ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. അതിലോട്ട് നമുക്ക് ഒരു ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഇനി നമ്മുടെ പാൻ നല്ലോണം ചൂടായി വരുമ്പോഴേക്കും പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്പൈസസ് ഇടാം. ഇതിന് വേണ്ടിയിട്ട് 5 കാടമനും 2 ബേ ലീഫും പിന്നെ പട്ട, ഗ്രാമ്പു 5 എണ്ണം തന്നെയാണ് ഇട്ടേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് ജസ്റ്റ് തിളക്കുന്ന വരെ നമ്മൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അതേപോലെ ഈ സമയം കൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് തന്നെ അരി വെള്ളത്തിൽ കുതിർത്തി ഇടണമായിരുന്നു. ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു അരമണിക്കൂർ ഒക്കെ കുതിർത്തിയിട്ടാൽ നല്ലതായിരിക്കും. ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മൂടി വെക്കണം. അപ്പം ഒരുവിധം തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച സമയത്ത് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ കുതിർത്തി വെച്ചേക്കുന്ന അരിയാണ്. ഇത് കഴിയുമ്പോൾ ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഉപ്പുമെല്ലാം എണ്ണയെല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ സമയം കൊണ്ട് ആദ്യമേ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് മുള്ളില്ലാത്ത മീനാണ്. നമുക്ക് എന്ത് മീൻ വേണമെങ്കിലും എടുക്കാം. ഗരം മസാല 1/4 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ലെമൺ ജ്യൂസ്, ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണയിട്ട് ഫസ്റ്റ് നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. നമ്മൾ ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കുന്ന. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മീനും വറുത്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. കശുവണ്ടി ഇടുവാണ്. ആവശ്യത്തിന് കശുവണ്ടി ഇടാം നമുക്ക്. ഞാനൊരു അര പാക്കറ്റ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മീനും വറുത്തെടുക്കാം. അപ്പം മീൻ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുവാണിത്. നമ്മൾ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പൊട്ടിപ്പോകാണ്ട് നോക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഫുള്ളി കുക്കാവാൻ പാടില്ല, ഒരു 75% കുക്കായാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സവാള ഇട്ടു, അതിൽ കുറച്ച് ഉപ്പ് ഇട്ടു. സവാള നല്ലോണം വഴന്ന് വന്നം, ബ്രൗൺ കളർ ആവുന്ന വരെ വഴന്ന് വന്നം. ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ 2 ചില്ലിയും ഇട്ടിട്ടുണ്ട്, നടുവേന്ന് കയറിയ 2 ചില്ലിയും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാള ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഈ സവാള നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ്, വെള്ളമില്ലാണ്ട് മിക്സിയിലിട്ട് അടിച്ചു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കും. ഞാൻ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 3 to 4 minutes ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. ഇപ്പോൾ ആ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ തൈര് മതിയാവും. പിന്നെ ലെമൺ ജ്യൂസും ഒരു 1/2 ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുക്കുക.
പിന്നെ മിൻറ്റും കൊറിയാൻഡർ ലീഫും, അത് ഒരു കൈ എന്നുള്ള രീതിയിൽ എടുത്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ, അതേപോലെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത്. നമ്മൾ കുക്കർ വെച്ചു. ആദ്യമേ തന്നെ നമ്മളുടെ ഗ്രേവി എല്ലാം ഇട്ടു. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് മീനും കൂടെ വെച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ ഇത് നല്ലോണം ഒന്ന് പരത്തി എല്ലാ സൈഡിലും കൊള്ളുന്നുള്ള രീതിയിൽ ആക്കണം. ഇനി നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. പൊടിയാണ്ട് വെക്കാൻ നോക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. നമ്മൾ ഇനി ഇതിലേക്ക് മീനെല്ലാം വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് പിന്നെ നമ്മളൊന്ന് മൂടി വെച്ച് ആ മീനിൻ്റെ അകത്ത് ആ എണ്ണയൊക്കെ ആ ഗ്രേവിയിലും കൂടെ ആ ടേസ്റ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വെക്കാം. അപ്പം നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ഗ്രേവിയിലും കൂടെ ആ ഫ്ലേവർ കിട്ടും. ഇനി നമ്മൾക്ക് ഒരു 2 ലെയറായിട്ട് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അറ്റത്തുള്ള മസാലയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട്, മസാല മാത്രം മാറ്റിയിട്ട് വെക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവി കുറച്ച് വെക്കുക. ഇനി അതിൻ്റെ പൊക്കത്ത് നമുക്ക് മീനും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും അതിനൊന്ന് ഗാർണിഷ് ചെയ്യണം. കൊറിയാൻഡറും അതേപോലെ ഗരം മസാല ഇടണം. അതേപോലെ കുറച്ച് നെയ്യ് അവിടെ സൈഡിലായിട്ട് ഇത്തിരി നെയ്യായിട്ട് വെക്കുക. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. ഒരു 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ മേലത്തെ പീസൊക്കെ എടുത്ത് മാറ്റി വെക്കുവാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ മീൻ എവിടെയൊക്കെ വെച്ചതെന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് ആദ്യം മീനൊക്കെ എടുത്ത് പുറത്ത് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റൈസ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്.